കൃപാസനം പത്രം ഓഗസ്റ്റ് 2025 പാർട്ട് 7. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തൃശൂർ മാളയിൽ നിന്നുള്ള ശ്രീദേവിയുടെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് പ്രാർത്ഥന വഴി അമ്മയ്ക്ക് സമ്പൂർണ്ണ സൗഖ്യം കിട്ടി. എൻ്റെ അമ്മ മൂത്രത്തിൻ്റെതായ അസുഖങ്ങൾ വന്ന് 10 കൊല്ലമായി ചികിത്സയിലാണ്. 3 ഓപ്പറേഷൻ ചെയ്തു. വീണ്ടും മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ട് വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ 4മതൊരു ഓപ്പറേഷൻ കൂടി വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാത്തിനും മരുന്ന് കഴിച്ചിരുന്ന അമ്മ ഇവിടെ നിന്നും പോയതിനു ശേഷം വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുന്നു. യാതൊരു മരുന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കൂടാതെ എൻ്റെ കണങ്കാലിൽ നീര് വന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും മാറാതെ വന്നപ്പോൾ കീറിക്കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷൻ കൂടാതെ ഇത് മാറ്റിത്തരണമെന്ന് പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഇത് നീർക്കെട്ട് മാത്രമാണ്, ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. തുരുത്തിപ്പുറത്തു നിന്നുള്ള ഷീജ മാർട്ടിൻ്റെ സാക്ഷ്യം. ജപ്തി നടപടി വന്നപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പിട്ട് വീട്ടിലും 4 സെന്റ് ഭൂമിയിലും വിതറി പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ജപ്തിയാവില്ല എന്ന് പറഞ്ഞു. എൻ്റെ വീട് ജപ്തിയായ സമയത്ത് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി 4 സെന്റ് ഭൂമിയിലും വീടിൻ്റെ അകത്തും വെഞ്ചരിച്ച് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ, എൻ്റെ മരണം വരെ ഇവിടെ കിടക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ തട്ടിയിട്ട് ഈ വീടും സ്ഥലവും ജപ്തിയാവില്ല എന്ന് പറഞ്ഞു. 2ാമത്തെ മാസം വില്ലേജിൽ നിന്ന് സാറ് വിളിച്ചിട്ട് റവന്യൂ റിക്കവറി ജപ്തി ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കൂടാതെ എൻ്റെ പേരക്കുട്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ചെവിയുടെ ഒരു ഭാഗം ഉണ്ടാകില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ മകളോട് നീ ധൈര്യമായിട്ട് ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിക്കോളാൻ പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞ് ചെന്ന് സ്റ്റിച്ച് എടുത്തപ്പോൾ ആ ഭാഗം പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കുന്നു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. വയനാട് മാനന്തവാടിയിൽ നിന്നുള്ള സജിയുടെ സാക്ഷ്യം. പ്രകടമായ അടയാളത്തോടുകൂടി ഉടമ്പടിയിൽ മാതാവ് ഇടപെട്ട് 1 കോടിയുടെ മുകളിലുള്ള കടമാണ് പരിഹരിച്ചത്. ഉടമ്പടി എന്നെ പുതിയ മനുഷ്യനാക്കി. എനിക്ക് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പൂശുകയും ഭക്ഷണത്തിൽ വെഞ്ചരിച്ച ഉപ്പ് ചേർത്ത് തരികയും ചെയ്തു. അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ബൈബിൾ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത ഞാൻ ബൈബിൾ 2-3 നേരം വായിക്കുകയും മാതാവിനോട് ചേർന്നിരിക്കാനും എനിക്ക് സാധിക്കുന്നു. കൂടാതെ എനിക്ക് 1 കോടി 10 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഞാൻ വിഷമത്തിലായി. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപം പോലെ ഉരുകിയിരിക്കുന്നത് കണ്ടു. എന്തോ ഒരു മാറ്റം എന്നിൽ സംഭവിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ വീട് വിൽക്കുന്നതിനും കടം വീട്ടുന്നതിനും സാധിച്ചു. ഒരു ചെറിയ വീടെടുക്കുന്നതിന് വയനാട്ടിലെ പല സ്ഥലങ്ങളിലും നോക്കി. വീട് കാണാൻ പോകുന്ന വഴിയിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോ കാണുകയും ആ വീടും സ്ഥലവും വാങ്ങാനും സാധിച്ചു. ആലപ്പുഴയിൽ നിന്നുള്ള നിർമ്മലയുടെ സാക്ഷ്യം. ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വിളിച്ചു പറഞ്ഞു, 31 വയസ്സുള്ള ബെഡ് റെസ്റ്റിലുള്ള മകളെ മാതാവ് സുഖപ്പെടുത്തുന്നുവെന്ന്. ഞാൻ 7 വർഷമായി വിദേശത്ത് പോകുന്നതിന് ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് എനിക്ക് അയർലൻഡ് എന്നൊരു കൺട്രി കാണിച്ചു തന്നു. OET എക്സാമിന് ഡേറ്റ് എടുത്ത ശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി കാശുരൂപവുമായി പോയി എക്സാം എഴുതി. അതിനുശേഷം ഇന്റർവ്യൂ പാസ്സായി വിസ വന്നു. കൂടാതെ ഒരു ദിവസം ഞാൻ വെയിറ്റ് എടുത്ത് പൊക്കിയപ്പോൾ നടുവിനൊരു വിലക്കം പോലെ വന്ന് നടക്കാൻ പറ്റാതായി. ഡോക്ടറെ കണ്ടപ്പോൾ 21 ദിവസം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. സ്റ്റിറോയിഡ്സും പെയിൻ കില്ലേഴ്സും എടുത്തിട്ടും വേദനയ്ക്ക് കുറവില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് 31 വയസ്സുള്ള നടുവേദന മൂലം ബെഡ് റെസ്റ്റിലുള്ള മകളെ മാതാവ് സുഖപ്പെടുത്തുന്നുവെന്ന് സന്ദേശം പറഞ്ഞു. ആ സമയം എൻ്റെ കാലിൻ്റെ ഇടത് സൈഡിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുകയും പെട്ടെന്നൊരു ഷോക്ക് പോലെ അനുഭവപ്പെടുകയും എൻ്റെ വേദന അപ്പോൾ തന്നെ മാറുകയും ചെയ്തു. ഇടുക്കി മൂന്നാറിൽ നിന്നുള്ള സെബാസ്റ്റ്യൻ്റെ സാക്ഷ്യം. 33 കൊല്ലം മദ്യപിച്ച് ഞാൻ കുടുംബം നാശമാക്കി.
ആലപ്പുഴയിൽ കൃപാസനം മാതാവിന്റെ അടുത്ത് പോയാൽ നീ രക്ഷപ്പെടുമെന്ന് അയൽവാസി പറഞ്ഞു. ഉടമ്പടിയിൽ സംഭവിച്ചത്: ഞാൻ 33 കൊല്ലമായി മദ്യപിച്ച് കുടുംബം നശിപ്പിച്ചു കൊണ്ടിരുന്നു. എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എൻ്റെ അയൽവാസികൾ കൃപാസനം മാതാവിന്റെ അടുത്ത് പോയാൽ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ടും മാറി. കൂടാതെ എൻ്റെ മകൾ പ്രഗ്നൻ്റായി സ്കാൻ ചെയ്തപ്പോൾ ഇരട്ട കുട്ടികളാണെന്ന് പറഞ്ഞു. 8-ാം മാസമായപ്പോൾ ഒരു കൊച്ചിന് ശ്വാസം മുട്ടലാണെന്നും ഒരു കൊച്ചിനെ മാത്രമേ കിട്ടുകയുള്ളൂ എന്നും ഓപ്പറേഷൻ വേണമെന്നും ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ കൃപാസന മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത്ഭുതകരമായി 2 കുഞ്ഞുങ്ങളെയും യാതൊരു കുഴപ്പവും കൂടാതെ ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. കൊല്ലത്തു നിന്നുള്ള രേഷ്മ അനുവിന്റെ സാക്ഷ്യം: മരിയൻ ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ ഒരു സിസ്റ്റ് ഉള്ളതായി മാതാവ് കാണിച്ചു തന്നു. ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു സിസ്റ്റ് ഉള്ളതായി ദർശനത്തിൽ കണ്ടു. ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനോട് എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും സിസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്തു മാറ്റണമേ എന്ന് നിയോഗം വെച്ചു. 1 മാസം കഴിഞ്ഞ് എൻ്റെ ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റിൽ പെയിൻ വന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ സിസ്റ്റ് ഉണ്ടെന്നും സർജറി വേണമെന്നും പറഞ്ഞു. 3 ഡോക്ടർമാരെ കണ്ടപ്പോഴും സർജറി വേണമെന്ന് പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു. ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആയിരുന്നു. കൂടാതെ 4.5 വർഷമായി എനിക്ക് ടെൻഷൻ കയറിയാൽ ഉടനെ അബോധാവസ്ഥയിലാകുമായിരുന്നു. 3 നേരം മെഡിസിൻ എടുത്തിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി മാറിക്കിട്ടി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ശൈലജ ബിജുവിന്റെ സാക്ഷ്യം: അഖണ്ഡ ജപമാല റാലിയുടെ സാക്ഷ്യങ്ങൾ കൃപാസനത്തിൽ തുടരുന്നു. ബഹുമാനപ്പെട്ട ജോസഫച്ചന്റെ കൈവയ്പ് പ്രാർത്ഥന വഴി പൂർണ്ണ സൗഖ്യം കിട്ടി. എനിക്കൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിന്റെ ഫലമായി എനിക്കൊരു ജോലി ലഭിച്ചു. 1.5 വർഷമായി എൻ്റെ വലത് കൈവിരൽ മടങ്ങിയിരിക്കുകയും വേദനയുമായിരുന്നു. വിരൽ പിടിച്ച് നിവർത്തിയാൽ മാത്രമേ നിവരുമായിരുന്നുള്ളൂ. ജപമാല റാലിയിൽ പങ്കെടുത്തതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. കൂടാതെ ഭർത്താവിന്റെ 3 വർഷമായുള്ള മുട്ടിന്റെ വേദനയും ജപമാല റാലിയിൽ പങ്കെടുത്തതിന്റെ ഫലമായി മാറിക്കിട്ടി. പിന്നെ ഭർത്താവിന്റെ ഹിപ്പിന്റെ ഭാഗത്ത് വേദന മൂലം ഡോക്ടറെ കണ്ടപ്പോൾ നട്ടെല്ല് തേയ്മാനമാണെന്ന് പറഞ്ഞു. ആയുർവേദം, അലോപ്പതി ഒരു മരുന്നുകളും ഫലിച്ചില്ല. ഓട്ടോ തൊഴിലാളിയായ ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റാതെ 2.5 മാസം കിടപ്പിലായി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്തു. ഭർത്താവുമായി വന്ന് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ ആ വേദന ഉണ്ടായിട്ടില്ല. സ്ഥിരമായി പള്ളിയിൽ പോകുന്നതിനും സാധിച്ചു. മലപ്പുറം മഞ്ചേരിയിൽ നിന്നുള്ള ചിഞ്ചു ഫ്രാൻസിസിന്റെ സാക്ഷ്യം: ബഹുമാനപ്പെട്ട ജോസഫച്ചന്റെ ഒറ്റ ബ്ലെസ്സിങ്ങിൽ മാതാവ് അത്ഭുതം നടത്തി. എൻ്റെ ഭർത്താവിന് 35 വർഷത്തോളമായി അലർജിയുടെ അസുഖമായിരുന്നു. തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, പൊടിയടിക്കാൻ പാടില്ല, എപ്പോഴും തുമ്മുന്ന അവസ്ഥയായിരുന്നു. ഒരുപാട് മരുന്നുകൾ കഴിച്ചെങ്കിലും അസുഖം മാറിയില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്തു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചു. വീണ്ടും ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ച ശേഷം ഈ അലർജി രോഗം പൂർണ്ണമായി പരിശുദ്ധ അമ്മ എടുത്തുമാറ്റി. കൂടാതെ മകൻ ചെവിവേദന മൂലം നിർത്താതെ കരഞ്ഞപ്പോൾ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കാതിൽ ഒരു തുള്ളി ഇട്ടുകൊടുത്തതിന്റെ ഫലമായി അഴുക്കെല്ലാം പുറത്തു പോന്ന് ചെവിവേദന മാറി. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം മൂലം ഒരു വലിയ കാർ അപകടത്തിൽ നിന്ന് ഞങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആലപ്പുഴയിൽ നിന്നുള്ള ബീന സിബിയുടെ സാക്ഷ്യം: 10 വർഷമായി ഒരു വീട് വയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉടമ്പടി വഴി മാതാവ് ചെയ്തു തന്നത്. ഞങ്ങൾ 10 വർഷമായി ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ലായിരുന്നു. ഞങ്ങളുടെ കുറച്ച് സ്ഥലം വിറ്റ് വീട് വയ്ക്കാൻ നോക്കിയിട്ട് അത് വിൽക്കാൻ തടസ്സങ്ങളായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്ഥലം വിൽക്കാതെ തന്നെ സഹോദരങ്ങൾ സഹായിച്ച് ഞങ്ങൾക്ക് ഏകദേശം 80 ലക്ഷം രൂപയുടെ ഒരു വീടും സ്ഥലവും വാങ്ങിക്കാൻ സാധിച്ചു. അതിന്റെ രജിസ്ട്രേഷൻ നടത്താൻ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ എൻ്റെ സഹോദരി ഭർത്താവ് എന്താണ് രജിസ്ട്രേഷൻ നടത്താത്തതെന്ന് ചോദിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണെന്ന് പറഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ തന്ന് സഹായിക്കുകയും രജിസ്ട്രേഷൻ നടത്താനും സാധിച്ചു. സഞ്ചാരി മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി.